ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കർക്കിടക മാസമല്ലേ, അപ്പോൾ പിന്നെ ഒരു കർക്കിടക കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മധുരത്തിലുള്ള ഒരു ഉലുവ കർക്കിടക കഞ്ഞി എങ്ങനെയാണ് വെക്കാമെന്നൊന്ന് നോക്കാം. കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടി തലേ ദിവസം തന്നെ ഉലുവ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് ഉലുവയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത്. രാവിലെ തന്നെ ഉലുവക്കഞ്ഞി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉലുവയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പച്ചരി കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവാൻ വെക്കാം. പച്ചരിയേക്കാൾ നല്ലത് നവരരി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ട്രൈ ചെയ്യാം കേട്ടോ. നവരരി ആണെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ചെയ്യാൻ. പച്ചരി ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റായി ഇട്ട് കൊടുക്കുന്നുണ്ട്, വെള്ളത്തിലൊന്നും ഇടുന്നില്ല കേട്ടോ. ഉലുവയും പച്ചരിയൊക്കെ നന്നായി വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള തേങ്ങാപ്പാലൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് ചിരകിയ തേങ്ങയിലോട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയൊന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് 1/4 പാൽ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം 2/4 പാലും എടുത്ത് വെക്കുന്നുണ്ട്. 1 ഗ്ലാസ് 1/4 പാലും 2 ഗ്ലാസ് 2/4 പാലുമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. മധുരക്കഞ്ഞിയായതിനാൽ ഇതിലേക്ക് കുറച്ച് ശർക്കരയുടെ ആവശ്യമുണ്ട് കേട്ടോ. ഒരു 250 ഗ്രാം ശർക്കര എടുത്ത് ഞാൻ ശർക്കര പാനി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിനാൽ കഞ്ഞിയിൽ വെള്ളം ആവശ്യത്തിനുണ്ടാവും. അത് കാരണം ശർക്കര പാനി കുറച്ച് വെള്ളത്തിൽ തയ്യാറാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉലുവയും പച്ചരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കിയെടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും ഏലക്കായും ചതച്ചതും 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് 2/4 പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം 1/4 പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/4 പാൽ ഒഴിച്ച ശേഷം പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായി ചൂടായാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഉലുവക്കഞ്ഞി ഒന്ന് താളിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 4 ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നന്നായി മൊരിഞ്ഞ് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ താളിച്ചതൊന്ന് ഉലുവക്കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞിയൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണേ. മുതിർന്നവർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. മധുരക്കഞ്ഞി ആയതുകൊണ്ടാൽ കയ്പൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.